الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ആദരണീയരായ ഉസ്താദുമാർ, സ്നേഹിതരായ മുതഅല്ലിം സുഹൃത്തുക്കൾ, മറ്റ് രക്ഷകർത്താക്കൾ, എല്ലാവർക്കും എൻ്റെ ദീനിൻ്റെ അഭിവാദ്യമായ സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീ ഹിജാബ്, മുസ്ലിം സ്ത്രീയുടെ കവചം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ആധുനികത സർവസംഹാര താണ്ഡവമാടുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവനും പാശ്ചാത്യർ പടച്ചുവിടുന്ന പച്ചപ്പുടപ്പുകൾക്ക് പിറകെ കാര്യമറിയാതെ തുള്ളുമ്പോൾ, അവരുടെ ആശയങ്ങളെ പുരോഗമനമായി മനസ്സിലാക്കുമ്പോൾ, തങ്ങളുടെ ആശയങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ സുന്ദര മുഖത്ത് കരിവാരി തേക്കുമ്പോൾ ഏറെ ചർച്ചാ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം തന്നെയാണ് ഹിജാബ്. ഇസ്ലാമിനെ പോലെ സ്ത്രീയെ പരിഗണിച്ച, അവളുടെ അവകാശങ്ങളെ മാനിച്ച, അവളുടെ പാതിവൃത്യം കാത്തു സൂക്ഷിച്ച മറ്റൊരു സമ്പ്രദായവും ഈ ലോകത്ത് കടന്നുപോയിട്ടില്ല. നിയമവ്യവസ്ഥതയുടെ മാതാവെന്ന് ലോകം പുകഴ്ത്തുന്ന, മാനവികതയുടെ സംരക്ഷകനെന്ന് ലോകം പട്ടം ചാർത്തിക്കൊടുത്ത, എന്തിലുമുപരി യൂറോപ്യന്മാർക്ക് തങ്ങളുടെ നിയമനിർമ്മാണത്തിൽ മാതൃകയായ റോമൻ നിയമവ്യവസ്ഥ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും സ്ത്രീകൾക്ക് എന്ത് വിലയായിരുന്നു അവർ നൽകിയിരുന്നതെന്ന്. തൻ്റെ പിതാവിൻ്റെ അനന്തരസ്വത്തിലെ ഒരംശം പോലും അവൾക്ക് നൽകിയില്ല. കുടുംബനാഥൻ അഴിച്ചുവിടുന്ന മുഴുവൻ അതിക്രമങ്ങളും സഹിച്ച് ഒരക്ഷരം പോലും ശ്രദ്ധിക്കാതെ അവൾ കഴിയണമായിരുന്നു. എത്രത്തോളം അവളെ കൊലപ്പെടുത്തിയാൽ പോലും ചോദിക്കാൻ ആരും വരികയില്ലായിരുന്നു. ഇതാണ് റോമൻ നിയമം സ്ത്രീക്ക് നൽകിയ പരിഗണന. 15-ാം നൂറ്റാണ്ടിൽ, അതായത് അള്ളാന്റെ റസൂൽ ലോകത്തിന് സ്ത്രീയുടെ മഹത്വം പഠിപ്പിച്ചിട്ട് 800 വർഷം പിന്നിടുന്ന സന്ദർഭത്തിലും ഇംഗ്ലണ്ടിൽ ഭാര്യമാരെ വിൽക്കപ്പെടുമായിരുന്നു. ഭാര്യമാരെ കടമായി നൽകുന്നതിന് മതകോടതികൾ പോലും അവർക്ക് അനുമതി നൽകിയിരുന്നു. എന്തിനധികം പറയുന്നു, തൻ്റെ മതവിശ്വാസ ഗ്രന്ഥമായ ബൈബിൾ ഒന്ന് തൊടാൻ പോലും സ്ത്രീക്ക് അവകാശമില്ല എന്ന് ഇംഗ്ലീഷ് പാർലമെന്റ് നിയമം പാസാക്കുമ്പോൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രോഡീകരിച്ച അന്നീ ലോകത്തുണ്ടായിരുന്ന ഖുർആന്റെ ഒരേ ഒരു പതിപ്പ്, അത് ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. യൂറോപ്പിൽ അടിമ സമ്പ്രദായം നിലനിന്ന കാലത്തും ഫ്യൂഡലിസത്തിന്റെ കാലത്തും ഒരു ചിന്താ സ്വാതന്ത്ര്യവുമില്ലാതെ തൻ്റെ ശരീരത്തെ ആഗ്രഹിക്കുന്നവന്റെ ഇച്ഛാപൂർത്തീകരണത്തിന് വേണ്ടി അവൾ നിന്ന് കൊടുക്കണമായിരുന്നു. വ്യവസായിക വിപ്ലവം അരങ്ങേറിയപ്പോഴോ ഒരാണിന്റെ സംരക്ഷണയിൽ നിന്നും അവളെ വേർപെടുത്തി ഫാക്ടറി മുതലാളിമാരുടെ മുഴുവൻ വികാരവും ശമിപ്പിക്കാനുള്ള വെറും ജഡമാക്കി അവളെ മാറ്റി. ഈ രീതിയിൽ എല്ലാ സന്ദർഭത്തിലും, ഈ രീതിയിൽ അക്രമത്തിലൂടെ അവളുടെ മേൽ അധികാരം ചുമത്താൻ കഴിയുന്ന മുഴുവൻ സന്ദർഭത്തിലും നിന്യതയുടെ പടുകുഴിയിൽ അവളെ ചവിട്ടിയിട്ട് അവളുടെ പാതിവൃത്യം മുഴുവൻ കവർന്നെടുത്തു. ഒരു നാൾ തങ്ങളുടെ മുഴുവൻ ബന്ധന ചങ്ങലകളെയും ഭേദിച്ച് അവർ മുന്നോട്ട് വന്നപ്പോൾ, ഇനി അക്രമത്തിലൂടെ അവരുടെ ശരീരത്തെ ആസ്വദിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മനുഷ്യാവകാശം എന്ന ആശയത്തെ കവചമാക്കി സ്ത്രീയുടെ അജ്ഞതയെ മുതലാക്കിക്കൊണ്ട് അവരുടെ ഇച്ഛാപൂർത്തീകരണത്തിനാവശ്യമായ ആശയങ്ങളെ ലോകത്ത് പ്രചരിപ്പിച്ചു. ഒരു പുരുഷൻ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും ഒരു സ്ത്രീക്കും ഇടപെടാമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നിധി പോലെ സൂക്ഷിച്ചിരുന്ന സ്ത്രീയെ അവൻ ഏത് സന്ദർഭത്തിലും ഏത് സ്ഥലത്തും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാക്കി.
നിനക്ക് ഏത് വസ്ത്രം ധരിക്കാനും നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗവും ആരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ നിനക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന കടിഞ്ഞാൻ അവൻ പിടിക്കാൻ തുടങ്ങി. ഈ രീതിയിൽ ഏത് കാലത്തും ഏത് സമ്പ്രദായത്തിലും ഏത് നിയമവ്യവസ്ഥയിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീക്ക് അവളുടെ പോരായ്മകളെ പരിഗണിച്ച് അവൾക്ക് നൽകേണ്ട മുഴുവൻ അവകാശങ്ങളും നൽകിയത് ഇസ്ലാമാണ്. ഇസ്ലാം സ്ത്രീയോട് ശരീരം മറയ്ക്കാൻ പറഞ്ഞത് അവളുടെ പാതിവൃത്യം സംരക്ഷിക്കാനാണ്. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. നബിയെ, താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും മുഅ്മിനീങ്ങളായ സ്ത്രീയോടും പറയ്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ അവരുടെ മീതെ താഴ്ത്തിയിടാൻ. അങ്ങനെ അവരുടെ ആ സൗന്ദര്യം അന്യപുരുഷന്മാരുടെ കണ്ണുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടും. അവരുടെ പാതിവൃത്യം അന്യപുരുഷന്മാരുടെ കരങ്ങൾ പതിയാതെ സുരക്ഷിതമായിരിക്കും. ഇതാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ പവിത്രത. ഇതാണ് സ്ത്രീ ആവശ്യപ്പെടുന്നതും ഇതാണ് സ്ത്രീയുടെ ആവശ്യവും. അല്ലാതെ എന്തിനും സ്വാതന്ത്ര്യം നൽകി പൂർണ്ണമായും ഇഷ്ടമുള്ളതനുസരിച്ച് ജീവിക്കാൻ അവളെ വിട്ടയക്കുകയല്ല. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പാശ്ചാത്യ ലോകത്ത് സ്ത്രീകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. സ്ത്രീകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം തങ്ങളുടെ ജീവിതത്തിന് വരുത്തി വെച്ച കെടുതികളെ മനസ്സിലാക്കി അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന അത് സ്ത്രീക്ക് പരിധി നിശ്ചയിച്ച് നൽകി എന്നതാണ്. ഇതാണ് ഓരോ സ്ത്രീയും എന്നതിലുപരി ഓരോ മുസ്ലിം വ്യക്തികളും മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.